നമുക്കറിയാം മദ്യപാനികൾ പലപ്പോഴും പല വീടുകളിലും വളരെ വലിയ പ്രശ്നക്കാരാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും മദ്യപിച്ചിട്ട് വന്നു കഴിയുമ്പോൾ ഹസ്ബൻഡുമാരുടെ കയ്യിൽ നിന്ന് അടി കിട്ടാറുണ്ട്. അതുപോലെ തന്നെ അമ്മമാർക്ക് അടി കിട്ടാറുണ്ട്. അതുകൊണ്ട് തന്നെ മിക്കവർക്കും ഈ മദ്യപാനത്തോട് വലിയ താല്പര്യമില്ല. നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ തന്നെ പല വീടുകളിലും ഇത് അനുഭവിക്കുന്നവരുമുണ്ട്. അപ്പം ഇങ്ങനെയുള്ള പേരൻസ് അല്ലെങ്കിൽ ഇപ്പം അമ്മമാരായാലും ശരി, ഇപ്പം ആരുടെയാണോ മദ്യപാനം നിർത്തേണ്ടത് അവരുടെ ഭാര്യമാരാണെങ്കിലും ശരി, ചെയ്യുന്ന ഒരു കാര്യം ഈ മദ്യപാനം നിർത്താൻ വേണ്ടിയിട്ടുള്ള ഗുളിക മേടിച്ചിട്ട് ഇവർ കഴിക്കുന്ന പാലിലോ അല്ലെ എന്തിലെങ്കിലുമൊക്കെ കലക്കിയിട്ട് ഇവർക്ക് കൊടുക്കും. അപ്പം ഇവർ ചിന്തിക്കുന്നത് എന്താണ്, ഇവരറിയാതെ അത് കഴിക്കുന്നുണ്ട്, ഇവരുടെ മദ്യപാനം നിൽക്കും എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മദ്യപാനികൾക്ക് ഇത് കൊടുക്കുന്നതോടെ മദ്യപാനം നിർത്താനുള്ള ഒരു എന്താ പറയുക, പ്രത്യേകിച്ച് ഒന്നും അല്ല അവർക്ക് കിട്ടുന്നത്. അവരെ ഭയങ്കര കൺഫ്യൂസ്ഡ് ആക്കി ഭയങ്കര ബുദ്ധിമുട്ടിലാക്കിയാണ് ഈ ഡൈസൾഫറാം എന്ന് പറയുന്ന ടാബ്ലറ്റ് അവർക്ക് ആ ഒരു ക്രേവിങ്സ് കുറയ്ക്കുന്നത്. ശരിക്കും മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ഈ മരുന്ന് കൊടുക്കാനായിട്ട് പാടുള്ളതല്ല. നിങ്ങൾ അറിയാതെയാണ് ആ പേഷ്യൻസിന് അത് കൊടുക്കുന്നെന്നുണ്ടെന്നുണ്ടെങ്കിൽ ശരിക്കും അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകളുണ്ടാവും. ഇത് കഴിച്ചതിന് ശേഷം അവർ അതിൻ്റെ കൂടെ മദ്യപിക്കാനായിട്ട് തുടങ്ങും. മദ്യപിക്കുമ്പോഴത്തേക്ക് അവർക്ക് ഭയങ്കര തലചുറ്റൽ അനുഭവപ്പെടും, ഛർദിൽ തോന്നും, ഭയങ്കര ഡ്രൗസി ആയിട്ട് തോന്നും, പല പല കോംപ്ലിക്കേഷനാണ്, ശരീരവേദന തോന്നും, നെഞ്ചുവേദന തോന്നാം, ഈവൻ അറ്റാക്ക് വരെ വന്നിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പം അതുകൊണ്ട് നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെയോ ആരുടെയെങ്കിലും കുടി നിർത്താൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ടാബ്ലറ്റ് കൊടുക്കുന്നതിന് മുൻപായിട്ട് തന്നെ അവരുടെ കുടി നിർത്തിയിട്ടുണ്ടാവണം. കംപ്ലീറ്റ്ലി മദ്യം ഉപേക്ഷിച്ചതിന് ശേഷം മാത്രമേ ഈ ടാബ്ലറ്റ് കഴിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ആരാണോ മദ്യപാനി അവരുടെ കൺസേൺ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ അവരോട് നമ്മളോട് കോപ്പറേറ്റ് ആയെങ്കിൽ മാത്രമേ ആ ടാബ്ലറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് മദ്യപാനം നിർത്താനായിട്ട് പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ അറിയാതെ അവർക്ക് കൊടുക്കാനായിട്ട് ശ്രമിക്കരുത്.